ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അരുൺകുമാർ. ഞങ്ങൾ ഫാമിലിയായിട്ട് യുകെയിലാണ്. ഞാനും വൈഫും 2 പിള്ളേരും. എൻ്റെ കൊച്ചിൻ്റെ പ്രശ്നം, എനിക്ക് 2 ആൺപിള്ളേരാണ്. മൂത്ത കൊച്ചിനാണ് സ്പീച്ച് ഡിലേയുടെ പ്രശ്നം വന്നത്. ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്തായിരുന്നു ഈ പ്രശ്നം. നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അവനെ അവിടുത്തെ സ്കൂളിൽ വിട്ടപ്പോഴാണ് അവിടുത്തെ ടീച്ചറാണിത് സംഗതി എന്താണെന്ന് മനസ്സിലായതും. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. കാരണം ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ഞാൻ കോട്ടയംകാരനാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ കൊച്ചിനെ കൊണ്ട് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടാക്കി. ഒരു 3 മാസത്തോളം അവിടെ കൊണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തോന്നിയില്ല. അപ്പം ഞങ്ങൾ പിന്നെയും വൈഫാണ് തിരിച്ച് കയറി പോവുകയും ചെയ്തു. ഞാൻ 2 പിള്ളേരെ നോക്കേണ്ടി വന്നു. അച്ഛനും അമ്മയുണ്ട്. എന്നാലും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത്, ഇതുപോലെ മുട്ടമ്പലത്ത് ലൈഫ് എന്ന് പറഞ്ഞ ഒരു തെറാപ്പി സെൻ്റർ ഉണ്ട്, സ്കൂളുണ്ട്. കളക്ടറേറ്റിൻ്റെ അടുത്താണ്. പിന്നെ ഞാൻ അവിടെ വരികയും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ വലിയ ബഹളവും ഇല്ല, എന്നാലും എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഞാൻ സാറുമായിട്ട് സംസാരിച്ചു. എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ കൊച്ചിനെ അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഞാനിവിടെ ഒരു 3-3.5 മാസത്തോളമായി. ഈ 4 മാസത്തിന് 4-ാം മാസമാണ്. എൻ്റെ കൊച്ചിന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, അവനെ പണ്ട് വിളിച്ചാൽ പോലും അവൻ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അവൻ എവിടെ വിളിച്ചാലും ഓടി വരികയും ചെയ്യും. സാധാരണ കുട്ടികളെ പോലെ ഓടി വരികയും ചെയ്യും. അവനോട് അത് ചെയ്യല്ലെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യത്തില്ല. പണ്ട് അവൻ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കത്തില്ല, ഹൈപ്പറായിരുന്നു. അവൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി വളരെയധികം പൂർണ്ണമായും മാറിയെന്ന് വേണേൽ പറയാം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ ആദ്യം പോയിടത്ത് രാവിലെ 9 മണി തൊട്ട് 11:15 വരെ ആയിരുന്നു തെറാപ്പി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. കാരണം വെച്ചാൽ പിന്നെ അവൻ അവഴി കിടന്ന് ഓടി ചാടി നടക്കുക, വെയിലത്ത് ഓടിച്ചാടി നടക്കുക. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവർക്ക് തന്നെ ഇവോൾവ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അങ്ങനെ നമുക്ക് ഈ തെറാപ്പി കഴിഞ്ഞാൽ തന്നെ അവർ ആ സ്കൂളിലേക്ക് കൊച്ചുങ്ങളെ കൊണ്ടുപോയി വൈകിട്ട് 4:15 വരെ അവിടെയും ഇതുപോലെ തന്നെ പഠിപ്പിക്കുകയും മറ്റുള്ള എക്സസൈസ് ആക്ടിവിറ്റികൾ പല പിള്ളേരെ പഠിപ്പിക്കുകയും എഴുതാനും ചെരുപ്പിടാനും ഡ്രസ്സ് ചെയ്യാനും പിന്നെ മറ്റു കളികളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ഉള്ള കാരണം. അത് കാരണം ഞാനിപ്പോൾ കുഞ്ഞിനെ അവിടെയും വിടുന്നുണ്ട്, ഇവോൾവിലും വിടുന്നുണ്ട്. അത് കാരണം നമ്മൾ രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 4:15 ആകുമ്പോൾ കൊണ്ടുവിടുകയും വൈകിട്ട് 4:15 ആകുമ്പോൾ കൊച്ചിനെ എടുക്കാൻ വരികയും ചെയ്യും. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ വൈഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. സാധാരണ അത് മിക്കവാറും വിളിച്ച് പറയും, സാധാരണ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റുമോ. അപ്പം ഞാനിവിടെ വന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ലൂജി എന്നാണ് സ്കൂളിൻ്റെ പേര്. ആ സ്കൂളിൽ ഞാൻ പ്രിൻസിപ്പാളിനെ പോയി കണ്ടു. പ്രിൻസിപ്പൾ ഇപ്പോൾ ഇവനെ ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞു. ഇവനെ കൊണ്ടുവന്നു. ഇവനോട് അത്യാവശ്യം എഴുതാൻ പറഞ്ഞു. അവൻ ABCD ഒക്കെ എഴുതി കാണിച്ചു. അത്യാവശ്യം ആനിമൽസിൻ്റെ ഒക്കെ പേരുകൾ പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു, ഇവനൊരു കുഴപ്പമില്ല, ഇവൻ ഓക്കെ ആയിക്കോളും, ഇവനെ ഇവിടെ ചേർക്കാൻ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവനവിടെ അഡ്മിഷൻ കിട്ടി. അവൻ്റെ യൂണിഫോമിൻ്റെ അളവൊക്കെ എടുത്തു. അത് വൈഫിനോട് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ്സിൽ പോയി പ്രിൻസിപ്പാൾ എനിക്ക് പെർമിഷൻ തന്നു. 1 മണി വരെ സ്കൂളിൽ ഇരുത്തുക. 1 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈഫിൽ കൊണ്ടുവരികയും ബാക്കി തെറാപ്പി കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചത്. അപ്പം ഇതാണ് എൻ്റെ കൊച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.